അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു അടിപൊളി വെറൈറ്റി ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പോകുവാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് ഇന്ന് പോകുന്നത്. ഒരു സോളോ ട്രിപ്പ് അടിച്ചേക്കാമെന്നങ്ങ് വിചാരിച്ചു. ക്രിസ് ആണെങ്കിൽ നാട്ടിലില്ല, വേറെ ആരെയും വിളിച്ചിട്ട് ഗൈസ് കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയല്ലേ നല്ലത്. അപ്പോൾ ഞാൻ ദാണ്ട് രാവിലെ തന്നെ എണ്ണിറ്റ് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ പോർച്ചിലേക്ക് നോക്കുമ്പോൾ വണ്ടി ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഗൈസ് ബാക്കിലത്തെ പോർച്ചിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വേറൊന്നും അല്ല ഗൈസ്, നമ്മുടെ ഒരു അടിപൊളി ഒരു വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഗൈസ്, ഒരു അടിപൊളി ഒരു മാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ജംഗിൾ മാപ്പ് എന്നാണ് ഗൈസ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവിടെ ചെന്നാലേ നമുക്കറിയത്തുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഡുറാങ്കോയിലാണ് ഗൈസ് ഞാൻ ഇന്ന് പോകുന്നത്. ആദ്യം നമ്മുടെ M5 പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നത്. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് ഓഫ് റോഡിങ്ങൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ M5 പോകണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ LC ആണെങ്കിൽ കേസ് ഒരു പണിക്ക് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. പിന്നെ ഡുറാങ്കോയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഡുറാങ്കോ എടുത്തങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല കേസ്, നമ്മുടെ ഡുറാങ്കോയുടെ അലോയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. നേരത്തെ ഒരു വേറെ ടൈപ്പ് ഒരു അലോയ് ആയിരുന്നു. അതൊക്കെ മാറ്റിയിട്ടൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഒരു അലോയ് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു കണ്ണാപ്പി ലുക്ക് വരുന്നൊരു അലോയ് ആയിരുന്നേ. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് പെതി ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയേക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ ആ ഒരു ജംഗിൾ മാപ്പിലേക്ക്. സംഭവം അടിപൊളിയായിരിക്കും, ഫുൾ ഒരു ജംഗിളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കേസ് ഞാൻ ഇനിയും അവിടെ എത്തിയിട്ട് വരാവേ. അങ്ങനെ കേസ് കുറേ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം നേരത്തെ നമ്മുടെ ജംഗിൾ മാപ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻട്രിയുടെ അവിടെ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫ്രണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അതേ നമ്മുടെ ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ അതേ ഫ്രണ്ടിൽ തന്നെ എൻട്രിയുടെ അവിടെ തന്നെ ഒരു അടിപൊളി ഒരു എന്താ പറയുക, ഇതിനെന്താ പറയുക, ഒരു മതിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കുറേ കാലം പഴക്കമുള്ളൊരു ടൈപ്പ് ഒരു മതിലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും ഞാൻ മാത്രമേ കേസ് ഇപ്പോൾ ഇവിടെ ഉള്ളൂ, വേറെ ആരെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്കൊരു ജംഗിളിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ഇറങ്ങിയതാണ്, അപ്പം മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇന്ന് പോകത്തുള്ളൂ. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു മാക്സിമം പതിയെ പോകാനായിട്ട് നോക്കുക. നമ്മളിപ്പോൾ സ്പീഡിൽ പോകുമ്പം എന്തെങ്കിലുമൊക്കെ പണി കിട്ടുമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. നമുക്ക് നോക്കാം കേസ്, ഫ്രണ്ടിലോട്ട് പോയാലേ ബാക്കി കാര്യങ്ങൾ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ വേണ്ട ഒരു മരങ്ങളൊക്കെയാണ് കേട്ടോ. മരങ്ങൾ മീൻസ് ഈ ഒരു റോഡിൽ ഈ മരങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് പക്ക സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മരങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും കേസ് അങ്ങനെ പെതിയൊന്നും പോകത്തില്ല. കാരണം ഈ റോഡ് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ ഡേഞ്ചറസ് റോഡായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാനായിട്ട് പോകുന്നുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ ഒരു ഓഫ് റോഡിങ്ങിന് പോയായിരുന്നേ, നമ്മുടെ LCയും കൊണ്ട്. അതൊരു ഒരു ഓഫ് റോഡിങ് ആയിരുന്നു. അന്ന് ഞാൻ നല്ല പതിയാണ് ഞാൻ ഓടിച്ചത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ടിരിക്കുന്ന കാണാനായിട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പം ജസ്റ്റ് എൻട്രി ആയതേ ഉള്ളൂ. ഇനി നമുക്ക് അകത്തോട്ട് കുറേ കയറാനായിട്ടുണ്ട്. അകത്തോട്ട് കയറി കഴിയുമ്പം വെറൈറ്റി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. അപ്പം ഗൈസ് പെതി ഇവിടെ നിന്ന് അങ്ങ് നീങ്ങിയേക്കാവേ. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഫ്രണ്ടിലോട്ടൊക്കെ നോക്കുമ്പം ഇഷ്ടംപോലെ മരങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഒരു ഇതെന്താ ചെറിയൊരു ആറ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ വഴി വണ്ടി പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമുള്ള സ്ഥലങ്ങളൊന്നും അല്ല. നമ്മൾ കഴിഞ്ഞ പോലെ ഓഫ് റോഡില്ലേ, അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ. എനിക്കങ്ങനെ ഒരു പ്രത്യേകതയും തോന്നുന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടും നേരെ ഒരു വഴി കാണാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നേരെ ആയിരിക്കും പോകേണ്ടത്. നമുക്ക് നേരെ അങ്ങ് പോയി നോക്കാം. നേരെ പോയി കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ല ഗെയ്സ്, ഇവിടെ തന്നെ റോഡ് ക്ലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതോ നമ്മൾ ഈ ഒരു കാട്ടിനകത്തൂടെ വണ്ടി ഓടിക്കണോ? ഇത് പരിപാടി എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഗെയ്സ്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ജംഗിൾ മാപ്പ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ മിക്കവാറും കേസ് ഈ ഒരു കാട്ടിനകത്തൂടെ ആയിരിക്കും നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്. ഞാൻ എന്തായാലും പെതിയെ അങ്ങോട്ട് വണ്ടി കയറ്റുന്നുണ്ട്. വണ്ടി മൊത്തം ഇന്ന് സ്ക്രാച്ചായി ഒരു പരുവാകും. എന്തായാലും കേസ് അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് വണ്ടി തിരിക്കേണ്ട വരും. ഇനി സൈഡിൽ കൂടെ എങ്ങാനും കയറി പോകാനായിട്ട് പറ്റുമോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോൺ വെച്ചൊന്ന് നോക്കട്ടെ.
ഡ്രോൺ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് ഫുൾ കാടാണ്. എൻ്റെ പൊന്നോ ഗൈസ്, വിഷയം കാട്. അപ്പോൾ അതുവഴി നമുക്ക് ഒരിക്കലും പോകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ പൊന്നോ, എന്ത് കാടാണിത്! ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് വരുന്നത്. ഞാൻ ഒരുപാട് ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചേക്കാം. ഞാൻ മുമ്പ് ഒരു റൈറ്റിലോട്ടൊരു വഴി കാണിച്ചില്ലായിരുന്നോ? ആ വഴിയായിരിക്കും നമുക്ക് ശരിക്കും പോകേണ്ടത്. ഞാനിപ്പം വഴി മാറി വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. അപ്പോൾ അതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഈ ഒരു വഴി കണ്ടോ, ഇതുവഴിയാണ് നമുക്ക് ശരിക്കും പോകേണ്ടത്. അപ്പോൾ സൈഡിലൊക്കെ നോക്കുമ്പോൾ കുറേ വാഴകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ മോനെ കേസ്, അത്യാവശ്യം ഈ ഒരു റൂട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ എന്നോട് സ്പീഡിൽ പോവല്ലേ എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല കേസ്, നമ്മുടെ കയ്യിൽ ഡുറാങ്കോ അല്ലേ ഇരിക്കുന്നത്, പിടിച്ചാൽ കിട്ടും. അത്യാവശ്യം നല്ലൊരു വണ്ടിയും കൂടാണ്. ഇതിപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ഞാൻ അന്ന് പോയ ഓഫ് റോഡിൻ്റെ ഒരു പാതി പോലും ഇല്ല കേട്ടോ ഇത്. എന്തായാലും നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൗണ്ട് അടിക്കാം എന്നേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഇനി നമ്മൾ ഈ ഒരു പോണ്ട് കടന്ന് വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. അതെന്തായാലും കൊള്ളാം. ഇപ്പോൾ ഇത്രയും വന്നതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം ഞാൻ കണ്ടു. ഇതുവഴി എങ്ങാനും ഞാൻ എൻ്റെ M5 കൊണ്ട് വന്നിരുന്നെങ്കിൽ ഗൈസ് മൊത്തത്തിൽ പെട്ടുപോയേനെ. കാരണം ഞാൻ ആദ്യം M5 കൊണ്ട് വരാനാണ് ഇരുന്നത്. ഇത്രയും ഒരു ലൈക്ക് ഓഫ് റോഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ള ആ ഒരു ഓഫ് റോഡ് കയറാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ മോനെ ഗൈസ്, അപ്പം വിഷയം ജംഗിളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. ഓക്കെ, ഇതിപ്പം അത്യാവശ്യം കുറച്ച് ഡേഞ്ചറസ് റോഡായി വരുന്നുണ്ട്. എന്നാലും അത്രയ്ക്ക് ഡേഞ്ചറസ് ഇല്ല. നമുക്കൊക്കെ പോകണമെങ്കിൽ കേസ് അതുപോലത്തെ ഡേഞ്ചറസ് റോഡ് വേണം. പിന്നെ LC ആയിരുന്നെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. LC കറക്റ്റ് ടൈമിന് കേസ് ഒരു വർക്കിനും കയറ്റിയിരിക്കുകയാണ്. ഇത് പിന്നെ അങ്ങനെ ഓഫ് റോഡ് പോയിട്ടുള്ള വണ്ടിയല്ല. നമ്മൾ മെയിൻലി ഈ ഒരു വണ്ടി ഷോയ്ക്ക് ഇറക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മീറ്റപ്പിനൊക്കെ കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്. അങ്ങനെ ഞാൻ ഓഫ് റോഡിനൊന്നും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പം കുഴപ്പമില്ല കേസ്, നമുക്ക് പോയി നോക്കാം. വണ്ടിയുടെ ആദ്യത്തെ ഒരു എന്താ പറയുക ഓഫ് റോഡ് ട്രിപ്പല്ലേ, എങ്ങനെയുണ്ട് വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും അവിടെ നൈസായിട്ട് വണ്ടി ഒന്ന് ഇടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഓഫ് റോഡിങ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പണിക്ക് കയറ്റേണ്ടി വരിക. ഏതൊരു ഓഫ് റോഡിങ് കഴിഞ്ഞാലും ഇതിപ്പോൾ LC കൊണ്ട് ഒരു ഓഫ് റോഡിങ്ങിന് പോയി കഴിയുവാണെങ്കിലും ആ വണ്ടി നമ്മൾ പണിക്ക് കയറ്റേണ്ടി വരും. അതിപ്പോൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഓഫ് റോഡിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു പണിയെങ്കിലും വണ്ടിക്ക് കിട്ടാണ്ടിരിക്കത്തില്ല. ഓക്കെ, അപ്പം സംഭവം എന്തായാലും കേസ് കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ അടിപൊളി എന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ അന്നൊരു മുമ്പ് ഇറങ്ങില്ലേ ഓഫ് റോഡ് പോയി, അതായിരുന്നു അടിപൊളി. അത് വേണമെങ്കിൽ കേസ് വേറൊരു ദിവസം നമുക്ക് പോവാവേ. അത് ഏത് വണ്ടിയും കൊണ്ട് പോകണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിൽ ഏതാണോ വരുന്നത് ആ വണ്ടിയും കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം LC കൊണ്ടാണ് പോയത്. LC കൊണ്ട് പോയപ്പം കുഴപ്പമില്ലാതെ നൈസായിരുന്നു. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ LC കൊണ്ടല്ല പോകുന്നത്. അത് ഏത് വണ്ടിയും കൊണ്ട് പോകണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് മുന്നോട്ടങ്ങ് പോയേക്കാം ഗൈസ്. ഏതാണ് റോഡെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ അങ്ങ് ഓടിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലൊക്കെയാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ ഗൈസ്, വിഷയം റോഡേ, ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്വഞ്ചറായിട്ടുള്ളതൊന്നും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. ലൈക്ക് വീഡിയോയിൽ കാണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുറേ ഇതുപോലെ പോണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാണ്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം നമുക്ക് ജസ്റ്റ് ഇപ്പം വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നിറങ്ങുക, കുറച്ച് ഓഫ് റോഡിങ് അടിക്കുക, അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. ഞാനതുപോലെ ആയിരുന്നു, വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്നും വെച്ച് ഇറങ്ങിയാണ്. നൈസായിട്ട് അവിടെ ഒന്ന് ഇടിച്ചല്ലോ. അതെന്താണ്? ഓക്കെ, വണ്ടി അവിടെ ഇടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ പോകാനായിട്ടുണ്ട്. വണ്ടി മാക്സിമം സേഫായിട്ട് വേണം ഓടിക്കാനായിട്ട്. അതെന്താ എൻ്റെ പൊന്നു കേസ്, ചേടാ വേണ്ട കേസ്, അതെന്താണ് പറ്റിയത്? ആക്സിലേറ്റർ കയറി ജാമായെന്ന് തോന്നുന്നു കേട്ടോ. തേണ്ട് കേസ്, ഞാൻ വണ്ടി ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പണി വാളും.
ചേടാ ആക്സിലേറ്റർ കയറി ജാമാണ്. അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞാണ് സ്പീഡിൽ പോരുതെന്ന്. പക്ഷെ ഞാൻ സ്പീഡിൽ പോയത് കൊണ്ടൊന്നും സംഭവിച്ചല്ലോ കേട്ടോ. മുമ്പേ അവിടെ ചെന്ന് ഇടിച്ചില്ലേ, അന്നേരം എന്തോ സംഭവിച്ചാണ്. വണ്ടിയുടെ ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പം മൊത്തത്തിൽ പണി വാളിയല്ലോ ഗൈസ്. എന്തായാലും ഇനി ഇവിടുന്ന് നമുക്ക് വണ്ടി കൊണ്ടുപോകുന്ന വണ്ടി ഫുള്ള് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫ്രണ്ടിലൊന്ന് നോക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനി അകത്ത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് കാണാനും പറ്റുന്നില്ലല്ലോ. ഇതെന്ത് തേങ്ങ ഇത്. വണ്ടിയുടെ ഫ്രണ്ടിലൊന്നും കുഴപ്പമില്ല. ഇനി എങ്ങനെയെങ്കിലും കേസ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് നോക്കട്ടെ. ചേട്ടാ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വേറൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.